ഞങ്ങള് 17 വയസ്സിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. 17 വയസ്സിലൊക്കെ താമസിച്ചിരുന്ന വീടാ ഇത്. முதல்ல எங்க அப்பா எல்லாம் எலக்ட்ரிசிட்டி மின்சார வாரியத்தில் இருந்து இந்த வீட்டுல தாங்க. സത്യം പറഞ്ഞ ഒരു രക്ഷയില്ല ഇവിടുത്തെ വ്യൂ കാണാൻ. ഇവർ ഇത്രയും മനോഹരമായ സ്ഥലത്ത് കുഞ്ഞുനാളിലെല്ലാം താമസിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒന്ന് വരാനായിട്ട് പറ്റിയേ. സ്വന്തം വീട്ടില് കേറിതാ പോവാണ്. സ്വന്തം കുഞ്ഞുനാളില് താമസിച്ച വീട്ടില് കേറി പോവാണ്. വീട്ടിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇനി അകത്ത് പോയി കാണാം. സന്തോഷം കാരണം നമുക്ക് ഇരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. ഇതായിരുന്നു ക്വാർട്ടേഴ്സ്. ഇവര് താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് ഇതാണ്. ഇത് വന്ന് മലരോടെ വീട്, ഇത് വന്ന് ഇവരോടെ വീട്. ഇത് മലരൊക്കെ താമസിച്ചിരുന്ന വീടാ, ഇവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഇത് ഇവര് താമസിച്ച വീട്. പപ്പാജി മമ്മ. ഈ വീട്ടിന്റെ ഇതിന്റെ മുകളില് രാത്രിയാകുമ്പോ എപ്പോഴും സൗണ്ട് കേൾക്കാന്നാ പറയുന്നത്. ഇവര് പ്രേതോന്നൊക്കെ വിചാരിച്ച് പേടിച്ചാ എപ്പോഴും ഇരിക്കുന്നേ. ഇതിപ്പം ഈ മരം ഇവരുടെ കുഞ്ഞിലെ മുതലേ ഉള്ള മരമാന്നാ പറയുന്നത്. നാരങ്ങ മരം. ഇപ്പോഴും ഈ നാരങ്ങ ഈ മരം ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും സന്തോഷം നമുക്ക് ഇവിടെ കാണാം. മമ്മിയൊക്കെ ഈ മരത്തിൽ കുഞ്ഞിലെ കയറി കളിച്ചെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പപ്പാജിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഡാം കാണാൻ പോവാ. പപ്പാജി ഇവര് ഇവിടെയാണ് ഈ റോട്ടിൽ കൂടെ ഇവര് ഉരുട്ടി കളിച്ചത്. ഇവര് എന്തോ ഒരു പലകയില് വീടുണ്ടാക്കിയിട്ട് ഇവര് ഈ റോട്ടിൽ തള്ളിവിടും. അന്നേരം ഈ സ്ലോപ്പായി കിടക്കുന്നോണ്ട് ഇങ്ങനെ ഉരുണ്ടുപോകും. ആണ്ടേ ഈ മല്ലിൽ കയറി പോകണം. ഇനിയിപ്പം അവിടെ സൈഡിൽ കൂടെ സ്റ്റെപ്പോ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ഇനി കയറി പോണതോ ആമരൊക്കെ കയറുന്നുണ്ടോ ഇവിടെ. ഉയർന്ന ഉദ്യോഗസ്ഥരെ വീടെന്നാണ് പറയുന്നത്. ആ കുരങ്ങനൊക്കെ ഉണ്ട്. പുരാവസ്തുക്കൾ പോലെയായി ഇപ്പം. ഇതിപ്പം കറന്റ്ലി വർക്കേഴ്സിന് വേണ്ടി എന്തോ കെട്ടിയിട്ടേക്കുവാണ് ക്വാർട്ടേഴ്സ്. ഇതൊക്കെ വലിയ സീനിയേഴ്സിന്റെ വീടായിരുന്നു. കേറുന്നുണ്ടോ? ഇതിലേ കൂടെയാണ് വഴി. അതായിരുന്നു ആദ്യത്തെ വീട്. അതായിരുന്നു ഇതിലേ കൂടെ. ഈ സ്ലോപ്പിൽ കൂടാണ് ഇവര് ഏതോ ഒരു പലകയില് വീല് വെച്ച് ആൾക്കാർ ഈ പിള്ളേര് തള്ളി വിടുമെന്ന്. ഇതിലേ കൂടെ നേരെ ചെന്ന് കാട്ടിൽ കൂടെ അവിടെ റോഡ് എങ്ങാനുണ്ട്. ആ റോഡിലോട്ട് ഇവർ ചെന്ന് നേരെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. മല കയറി തന്നെ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ടു. കാര്യം നമ്മളൊരു 1.5 കയറ്റം തന്നെയാണ് കയറിയിരിക്കുന്നത്. ഇനിയും സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പിലൂടെ ഇനി മുകളിലോട്ട് പോകണം. ഇവരൊക്കെ ഇവിടെ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലൊക്കെ ഇപ്പോഴും ക്വാർട്ടേഴ്സിലൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും മുമ്പഴത്തെ പോലെ ആൾക്കാരൊന്നും ഇല്ല. ഇവിടെ ഇപ്പോഴും ആളുണ്ട്. പക്ഷെ ചിലപ്പോൾ ഫാമിലി ഉണ്ടോയെന്ന് അറിയാൻ വയ്യ. നമുക്ക് നോക്കാം. ഇനി ഇവിടെ വർക്കറാണോ അറിയാം. പക്ഷെ ഞാനും തങ്കച്ചിയും ചിന്നങ്ങാണ്. ഇതെല്ലാം ഊര് പാട്ട് എങ്ങനെ മക്കള് സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരും. വെള്ളം കിട്ടാൻ കുറച്ച് കഷ്ടപ്പാട്. ഇവിടുന്ന് കഴിക്ക് നിൽക്കണം. നാരങ്ങ നമ്മുടെ വീട്ടിൽ അവിടെ നിന്ന് പിച്ച് ചെയ്താ നമ്മളെ കോട്ടസ്. ചൈൽഡ്ഹുഡ് ഓർമ്മയിൽ ഓടിക്കേറുവാണ്. വീട്ടിൽ ഒരു സ്റ്റെപ്പ് കയറാൻ പറഞ്ഞാൽ മുട്ടുവേദന കാരണം നിൽക്കുന്ന എൻ്റെ മമ്മി സ്റ്റെപ്പ് എന്തെന്നറിയാതെ ഓടിക്കേറിക്കൊണ്ടിരിക്കുക. ഈ 2 കുഞ്ഞുങ്ങളുടെയും പ്രായമൊക്കെ ഉള്ള സമയത്തായിരുന്നു ഇവർ ഈ വീട്ടിൽ താമസിച്ചിരുന്നത്.
4 മക്കളുണ്ടായിരുന്നു. ഒരാള് സന്തോഷത്തിൽ ഓടി ഓടി കളിക്കുവാണ്. 4 മക്കളുടെ ഫോട്ടോ എടുക്കാൻ പോവാണ് ഇവിടെ നിന്നിട്ട്. പിന്നെ നിങ്ങൾ എല്ലാരും നിൽക്കേ. അതുകൊണ്ട് ഇവരുടെ വീടായിരുന്നത് ഈ 4 മക്കളുടെ. ഈ 2 കുരുന്നുകളുടെ പ്രായത്തിലായിരുന്നു ഈ വീട്ടിൽ ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ വീട്ടിലൊക്കെ കേറി കളിച്ചാൽ ഇവിടെ നിന്നൊക്കെ ചവിട്ടി കേറി മണ്ടയിലോട്ട് പോകുന്നു. ഇവിടെ ഇവരുടെ ടോയ്ലറ്റോ തുണി കഴുകുന്ന സ്ഥലവും കുളിക്കുന്നതൊക്കെ ഇവരിങ്ങനെ പരസ്യമായിട്ട് നിന്നിട്ടാണ്. ടോയ്ലറ്റൊക്കെ ഇവിടെ ഇങ്ങനെ ഈ മുകളിലൊക്കെ ചവിട്ടി കയറി. പക്ഷെ ഞങ്ങളൊക്കെ ഒന്ന് ചവിട്ടി കയറി വീട്ടിൽ കളിക്കുമ്പോഴല്ലോ ഇവരൊക്കെ ഇട്ട് മടല് വെട്ടി അടിക്കും. ഞങ്ങളെ മടല് വെട്ടി അറിയാവോ? മാങ്ങയൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരുപാട് കോട്ടേഴ്സാ ഇവിടെ നിൽക്കുന്നേ. ആ മമ്മി പക്ഷെ ഇവിടെ വാഴത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് കുഴിയും ഒന്നൊക്കെ എന്തോ ആയി കിടക്കുക. ഇനിതാ ഈ മല കയറി പോണം. കാര്യം എന്ന് വെച്ചാൽ ഈ മല കയറിയാലേ ഇനി നമുക്ക് ഡാമിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇനി ഡാമിൻ്റെ മുകളിലെത്തിയിട്ട് നമുക്ക് കാണുന്നതായിരിക്കും നല്ല. കുറച്ച് എല്ലാം കൂടെ പറ്റുന്നില്ല. ലഗേജ് തന്നെ ഉണ്ട്. കാര്യം ഫുഡൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് നേരത്തെ കരുതേണ്ടി വന്നു. ഈ പാറ ഉണ്ടോ? ഈ പാറയിലായിരുന്നു ഞങ്ങളുടെ റോയങ്കിളിൻ്റെ വാസം. ഇവിടെ വരുമ്പോൾ അല്ലേ ഈ പാറയുടെ മുകളിലായിരുന്നു. ഈ പാറയെക്കുറിച്ച് പറയാൻ റോയങ്കിൾക്ക് 100 കാര്യങ്ങളാണുള്ളത്. അവരുടെ കുഞ്ഞിലത്തെ ഓർമ്മകൾ കൊണ്ട്. വളരെ സന്തോഷം. ആ റോട്ടിൽ ഇങ്ങോട്ട് പോണം. കാട്ടിൽ കൂടെ പോണം. ഇവരൊക്കെ ഇവിടെ എല്ലാം ഓടിക്കളിച്ചതാ. കണ്ടോ കാടിന്റെ ഒക്കെ ശബ്ദം കേൾക്കാൻ അതിൽ നല്ല ഭംഗിയുണ്ടെന്നറിയാവോ? ഇഷ്ടപ്പെട്ടാ? നിങ്ങൾ പറഞ്ഞില്ലേ കാടായിരിക്കും കൊള്ളത്തില്ല, തിരിച്ചു പോവാന്ന് പറഞ്ഞില്ലേ? അവിടെ വാട്ടർ ടാങ്ക് ഉണ്ട്. ഇതായിരുന്നു ടാങ്ക്. ഇവിടെ നിൽക്കുന്ന ഇതെല്ലാം ടാങ്ക്, വാട്ടർ ടാങ്ക്. ഈ വെള്ളം എവിടെന്നാ വരുന്നത്? ഡാമിന്നോ? ഡാമിന്ന് അവർ പമ്പ് ചെയ്ത വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യുന്ന പറഞ്ഞു. ഇപ്പോൾ ഓവർഫ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ടാങ്ക് ഒന്ന് കാണാം. പോവാം. വലിയ വെള്ളം എന്താ ഇതിലേക്കൂടെ ഒഴുകുന്ന ഉണ്ടോ? അരിവ് പോലെ ഉള്ളതാണ്. നല്ല ക്ലിയർ വാട്ടറാ, നല്ല തെളിഞ്ഞ വെള്ളം. ജസ്റ്റ് ഇതിലുള്ള നടന്നു നോക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ വാട്ടർഫോൾ കാണാൻ ഒരിടവും പോകണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. വാട്ടർഫോൾ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ വേറെ ഒരിടത്തും പോകണ്ട. സത്യം പറഞ്ഞാൽ ഇവിടെ ഇച്ചിരി ചൂടുണ്ട്. ഈ ചൂടിന് നമുക്ക് ഇവിടെ അങ്ങ് കിടക്കാൻ തോന്നുന്നു സത്യമായിട്ടും. നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇനി ഇത് കടന്നു പോകണം. താണ്ടി കടൽ താണ്ടി മല താണ്ടി. ആൻറ്റി അവിടെ നിൽക്കാൻ സൂപ്പറായിട്ടുണ്ട്. ഓവസ്ഥോ ഇതിന് നമ്മൾ മുങ്ങി പോകും കേട്ടോ. മീനാ കിട്ടത്തൊന്നുമില്ല അത്രയ്ക്കാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാൻ. ഇവിടെ ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ വെള്ളമാണ് താഴെ വരുന്നത് നമുക്ക് തോന്നത്തില്ല. കാര്യം ഈ വെള്ളം കുറച്ച് പച്ച പായൽ കളർന്ന വെള്ളമാണ് കിടക്കുന്നത്. പക്ഷെ അപ്പുറത്ത് നല്ല തെളിഞ്ഞ വെള്ളം നമുക്ക് കയ്യിൽ വരണോണ്ടിരിക്കണം. ഇത് നല്ല ചീത്തയാണ് ഇവിടെ കൂടുതലെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്കായി പോയോ? കുഴപ്പമില്ല, സാഹസികമായ യാത്രയിൽ നമുക്ക് നടക്കാം. പോകുന്നു. അവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കൊന്ന് കാഴ്ചകളൊന്നും അങ്ങോട്ട് കാണാം. കാടാ, കൊടും കാടാ. ഇവരൊക്കെ പേടിക്കണം കുറച്ച്. കാര്യം എന്ന് വെച്ചാൽ എപ്പോഴാണ് ഈ വന്യമൃഗമൊക്കെ ചാടി വരുന്നത് നമുക്കറിയത്തില്ല. ഇവിടെയൊക്കെ ആണോ കളിക്കാൻ വന്നേ?
ഞങ്ങള് ഗ്രൂപ്പ് ഒറ്റയ്ക്ക് തന്നെ പോകും പുലി കൊണ്ടുപോകും. ആണോ? ആ ഞങ്ങളുടെ കയ്യിലൊരു വടിയാണ്. ഓ ഇത് വടിയൊക്കെ ആയിട്ടാ ഇവിടെ കുഞ്ഞിലെ വരുന്നെന്നാണ് പറയുന്നത്. ഒറ്റയ്ക്കൊന്നും ആരും വരത്തില്ല, കാര്യം വെച്ചാൽ പുലി കൊണ്ടുപോകുമെന്ന് പറയുന്നത്. ഇനി ഉണ്ട് കാട്, ഉൾക്കാട് കാണാനുണ്ട് നന്നായിട്ട്. ആനയൊക്കെ ഉണ്ടെന്ന് പറയുക. പാമ്പൊന്നും ഇല്ല അന്നേരം? ഓ മലമ്പാമ്പൊക്കെ ഉണ്ട്. ഓ വഴി കാണത്തില്ല, ഈ പൈപ്പ് പോകുന്നോണ്ട് അവർ വെളുപ്പിച്ചിട്ടേക്കുന്ന കുടിവെള്ളം പുതിയ ലൈനാണ്. ആ ഇവിടെ പ്രവേശനം ഇല്ലാത്ത ഏരിയ. പിന്നെ പപ്പാജിയുടെ പരിചയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് അവര്. കാര്യം അത്രയും വർഷത്തെ സർവീസാണ് പപ്പാജി ഇവിടെ കിടന്ന്. ഇവിടെ ഏതോ ജീവി വന്ന് മാന്തിയതിന്റെ പാടാ ഇവിടെ കിടക്കുന്നത്. ആനപ്പിണ്ട് ഇതിലെ കൂടെ കണ്ടോ, ആനപ്പിണ്ട് എല്ലാം കിടക്കുന്നുണ്ടില്ലേ. ഇനിയും ഉണ്ട്, പോകണമെങ്കിൽ നമുക്ക് ഉള്ളിലോട്ടൊക്കെ പോകാം. പക്ഷേ റിസ്ക് അഡ്വഞ്ചറസ് ഏരിയയാണിത്. കുറച്ച് വൈൽഡ് ലൈഫ് അല്ലേ. നമ്മളെയൊക്കെ ഇവിടെ ഇരുന്ന് എല്ലാ ജീവികളും നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇത്രയും പേരുള്ളതുകൊണ്ട് അവർ ഇറങ്ങി വരാത്ത. ഒരാളൊക്കെ ആണെങ്കിൽ അവർ ഉറപ്പായിട്ട് ആക്രമിക്കപ്പെടും. ഇനി അങ്ങോട്ട് പോകണ്ടെന്നാണ് പറയുന്നത്. കാര്യം കൊടും കാടാന്നാണ് പറയുന്നത്. ഇനി പോകാതിരിക്കുന്ന കുറച്ചും നല്ല കാര്യം. കാടിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമുക്ക് നല്ല പേടി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതല്ല റിസ്ക് ഉള്ള ഏരിയ, നമുക്ക് പോകേണ്ടത് ഇതിലേക്കൂടെ. ഞങ്ങൾ കൊച്ചിനെ കളിക്കും. കാര്യം ഞങ്ങൾ ഇവിടെ നാട്ടുകാരായതുകൊണ്ട് ആ മോളിൽ പോകും. അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പോയാൽ നല്ല കുഴിയാണ്. കുഴി പോയാൽ തീർന്ന് കിട്ടാൻ വഴിയില്ല വേറെ. നടക്കുന്ന വഴിയല്ല, അവിടെ വഴിയില്ലടാ, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങോട്ട് വഴിയൊന്നുമില്ല. പക്ഷെ അവന്മാര് കുറച്ച് സാഹസികമായ രണ്ടെണ്ണം ആയുണ്ട്. കരടിയുണ്ടോ? എല്ലാം കുറച്ച് അതിസാഹസികമായ യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങിയ. പക്ഷേ ഇതൊന്നും വീഡിയോയിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഫോണുമായിട്ട് പോകുന്നത് ഓക്കെ അല്ല. ഒരു കമ്പും കുത്തി ഞാൻ എന്തായാലും അങ്ങോട്ട് ഇറങ്ങി പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അധികം ദൂരെ പോകാതെ തന്നെ തിരിച്ചെത്തി. അപ്പോഴത്തേക്കിനും ഇവർ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുമായിരുന്നു. മല കയറിയതല്ലായിരുന്നോ. അങ്ങനെ ഞങ്ങൾ പില്ലൂർ ഡാമിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞങ്ങളുടെ പപ്പാജിയുടെ ഡാം വന്നിട്ടുണ്ട്. പപ്പാജി ജോലി ചെയ്ത ഡാം വന്നിട്ടുണ്ട്. പവർ ഹൗസ് കാണാം നമുക്ക്. പവർ ഹൗസ് ആദ്യം എന്നാണ്ട് ഇവിടെയും ഉണ്ട് ക്വാർട്ടേഴ്സൊക്കെ. ഇതും പവർ ഹൗസ് ഏരിയ താഴെയാണ്. ഡാം താണ്ടേ ക്ലോസ്ഡാണ്. പക്ഷേ വെള്ളം അവിടെ എനിക്കൊന്ന് കുറേ നാളായും തോന്നുന്നു അവിടെ അടച്ചിട്ടിട്ട്. ഗ്രീൻ കളർ പായൽ പിടിച്ച വെള്ളമൊക്കെയാണ്. ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നോക്കാം, ഇനി നമുക്കിനി എന്താവും എന്നറിയത്തില്ല. ഇതൊക്കെ മുമ്പ് ആൾക്കാർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സാണ്. നമുക്ക് എന്തായാലും ഇനി എന്താവും ആവും. ഈ ക്യാമറ ആയിട്ട് പോകുമ്പോഴത്തേന് അവർ കണ്ടാൽ പണിയാണ്. മാക്സിമം ട്രൈ ചെയ്ത് നമുക്ക് വീഡിയോസ് എടുക്കാം, നോക്കാം. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, വളരെ സന്തോഷം. കാര്യം ഞങ്ങൾ എന്താ പറയുന്നത്, ഇതൊരു ഫെയറി ടെയിൽ പോലെയായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും. ഞങ്ങളുടെ പേരൻസ് എപ്പോഴും പറയുമ്പോഴും ഞങ്ങൾ ഇവിടെ വരുമെന്ന് പോലും ചിന്തിച്ചിട്ടേ ഇല്ല ഇതേവരെ. ഇത് പപ്പാജിയൊക്കെ പവർ ഹൗസിൽ നിന്ന് പിന്നെ ഡാമിലോട്ട് വന്ന് എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ ഇതിലേക്കൂടെയുള്ള റോഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിപ്പം ഈ റോഡിലൂടെ ആയ ദൂരമാവും. അതുകൊണ്ട് സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പുണ്ട്. അവരതിൽ ഒരു 10-50-75 സ്റ്റെപ്പെങ്കിലും പോകും. അതിൽ കൂടെ കയറിയാണ് അവർ എളുപ്പത്തിൽ വന്ന്. ആ സ്റ്റെപ്പ് നമുക്ക് കാണിച്ചു കൊടുക്കാം. കയറി കയറി എല്ലാവരും കിതയ്ക്കും. പക്ഷെ ഈ സന്തോഷത്തെ സത്യം പറഞ്ഞാൽ ക്ഷീണം അറിയുന്നില്ല. അങ്ങനെ വേണം പറയാനായിട്ട്. ഡാം എത്താറായി. ആണ്ടേ പില്ലൂർ ഡാം കണ്ടോ, അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ റെഡ് കളറിൽ പില്ലൂർ ഡാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ 4 ഷട്ടറാണ് ഉള്ളത്. അവിടെ ഡാമിൻ്റെ അതിലോട്ട് ഇറങ്ങുന്ന സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയാനേ വയ്യാണ്ടോ.
നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങ് വരെ എത്തിയിട്ടുണ്ട്. അല്ല, ഡാമിലോട്ട് കയറാനുള്ള ബോട്ട്. ഞാൻ എന്തായാലും നോക്കാൻ ചെന്ന്. അത് ബരളിക്കാവാ. അവിടെ നമ്മള് വീഡിയോ എടുത്തപ്പോഴത്തേന് സൈറൻ അടിച്ചിരിക്കുവാ. നമ്മൾക്ക് ഇനി കഷ്ടമുണ്ട്. ഇനി ഒന്ന് ഊളം വിട്ടെ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പപ്പാജി ഒരുപാട് വർഷം സർവീസിലിരുന്ന ഡാം. ഇതായിരുന്നു അവരെ നിർമ്മല സ്റ്റേഷനറി ഒക്കെ വെച്ചിരുന്നതാ. സിനിമാ തിയേറ്ററും ക്ലബ്ബും അല്ല. ഇതായിരുന്നു സിനിമാ തിയേറ്ററും ക്ലബ്ബൊക്കെ. ഇവരെ കുഞ്ഞിലെ ഇവിടെ ആയിരുന്നു പപ്പാജിയൊക്കെ ആയിട്ട് സിനിമ കണ്ട സ്ഥലം വന്നിട്ട്. ഇതിപ്പോ നമ്മള് ഇറങ്ങി അങ്ങോട്ടങ്ങ് പോവാ. അല്ലെങ്കിൽ അപ്പുറത്തെ റോഡുണ്ട്. അപ്പുറത്തൂടെ വേറെ റോഡുണ്ട്. തിയേറ്റർ ആയിരുന്നു. ആ, ക്ലബ്ബ് സിനിമ തിയേറ്റർ. ഇവരൊക്കെ VIP ആയിരുന്നു. ഇവർക്കൊക്കെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ പപ്പാജി വേറെയും വീട്ടില് താമസിച്ചായിരുന്നു ഈ ക്വാർട്ടേഴ്സില്. ഇവിടെ ആന ബാക്കി വന്ന് അവിടെ ശല്യം ചെയ്യുമായിരുന്നു എപ്പോഴും. വണ്ടിക്ക് ബ്രേക്ക്. ഇതാ ഇവിടെ ഒരു രക്ഷിപ്പാല ഉണ്ടെന്നാ പറയുന്നത്. ഇവര് രാത്രിക്ക് പേടിച്ച പാലയായിരുന്നു ഇത്. ഇവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. ഈ എല്ലാവർക്കും ചൈൽഡ്ഹുഡ് ഒരു സ്റ്റോറി കാണുമല്ലോ ഇങ്ങനെ പേടിക്കാനായിട്ടുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നൊക്കെ. അതൊക്കെ ഇവര് പേടിച്ച ഒരു പാലം വരുവാണിത്. അവരങ്ങ് പോകുന്നുണ്ടോ? പാല തൂങ്ങി കിടക്കുന്നുണ്ടോ? യക്ഷിയോ? യക്ഷിക്കഥ. യക്ഷി പണ്ട് രാത്രി ഇവിടെ ഊഞ്ഞാലാടാൻ വരുമെന്നൊക്കെ ഇവരെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരുന്നത്. അത് ഇതിലെ കൂടെ ഇറങ്ങിപ്പോയി അപ്പുറത്ത് റോഡുണ്ടെന്ന്. ഈ ഡാമിലുള്ള സ്റ്റാഫൊക്കെ ഇതിലെ കൂടെയാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഇവരൊക്കെ താമസിച്ചിരുന്ന ഓടി കളിച്ച സ്ഥലമായിരുന്നു. ഇതിപ്പോൾ വീടൊന്നും ഇല്ല, എല്ലാം പോയിരിക്കുക. ഇനി നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. ഇതിലേ കൂടെ വെള്ളത്തിലോട്ട് ഇറങ്ങാം. നമ്മളിപ്പോൾ വെള്ളത്തിലോട്ടൊക്കെ പോകും. നമുക്കൊന്ന് നോക്കാം. എല്ലാമാര് ഈ വഴി കണ്ട കണ്ണും പൂട്ടി ഓടുന്ന വഴിയാ പ്രേതത്തിന്റെ യക്ഷിപ്പാല. ഫാമിലി ഒക്കെ ഉണ്ട് ഇവിടെ. ഫാമിലിയോടൊക്കെ ഇരിക്കുന്ന അമ്മയും കുഞ്ഞും തള്ളയും അച്ഛനും എല്ലാം. ഇതിലേ കൂടെ ഒക്കെ മഴ പെയ്യുമ്പോൾ നല്ല ഇറച്ചി വരുന്ന വെള്ളച്ചാട്ടമായത് ഇതിലേ കൂടെ. ആ മലയിൽ കൂടെയൊക്കെ മലയിലുള്ള വെള്ളമൊക്കെ ഇതിലേ കൂടെ വരുന്നത്. ആ സമയത്തൊക്കെ നല്ലതാന്നാ പറയുന്നത്.
കൊരങ്ങന്മാരെ ഇപ്പൊ കൊണ്ടുപോകണ്ടായിരുന്നു മൊത്തത്തിൽ. ദൈവം സഹായിച്ച് എങ്ങനെയോ രക്ഷപ്പെട്ടതാ. പപ്പ ഒന്ന് കൊരങ്ങനെ സഞ്ചിയാണെങ്കിൽ കയ്യിൽ നിന്ന് പൊട്ടി ഫുഡ് ഐറ്റംസ് എല്ലാം എൻ്റെ അകത്തുണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ എല്ലാ കൊരങ്ങനും ഓടി വന്നു. ഞങ്ങൾ എല്ലാം കൂടെ കൊണ്ടുപോയേനെ. കവറും പിടിപൊട്ടി. കാവാണിത്, കാവ്. ഇവര് ഇതിലേക്കൂടെ നമ്മൾ ഇതിലേക്ക് പോയി പുള്ളിമരം. ഇവിടെ എവിടെ നോക്കിയാലും പുള്ളിമരവാ. പുള്ളിമരം എല്ലായിടത്തും പുള്ളിമരം. അതാ ഇത് ഏതൊക്കെയോ ഫ്രൂട്ടൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. പുള്ളിമരം അല്ല, അത് വേറെ എന്തോ മരമാണ്. കണ്ടിട്ട് ഓറഞ്ച് പോലെ ഉണ്ട് കാണാൻ. ഇനി ഓറഞ്ച് കാണാൻ അറിയത്തില്ല. എന്തായാലും ഇവിടെ ഓറഞ്ച് കളിക്കാൻ വേറെ വഴിയൊന്നും ഇല്ല. നോക്കാം നമുക്ക്. ഇതൊക്കെ പോവില്ലോ എന്തുവാണ്. എവിടെ നോക്കിയാലും ഫാമിലിയോടെ കുരങ്ങനൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഈ കുഞ്ഞി ഇടയ്ക്കിടയ്ക്കൊക്കെ ഓറഞ്ച്. രേഷ്മ ഓറഞ്ചാന്ന് തോന്നല്ലേ അത്? ഓറഞ്ച് പോലുണ്ട് കാണാൻ. ഇനി എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഓറഞ്ച് പോലുണ്ട് കാണാൻ. നമുക്ക് നോക്കാം. തറയിൽ വീണടപ്പുണ്ട്. നാടെ ഒരു ചെറുത് വീണടപ്പുണ്ട്. അത് ഓറഞ്ച് അല്ലല്ല, ഇതെന്തോ ഒരു പേരക്ക പോലൊക്കെ ഇരിപ്പുണ്ട് കട്ടിയായിട്ട്. ഇതൊക്കെ എന്തോ ക്ഷേത്രമൊക്കെയാണ്. ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഇവിടെയുള്ള എന്തോ എന്തൊക്കെയോ ഉണ്ട് സംതിങ്. നാടെ ഇതാണ് നമ്മുടെ സ്വന്തം ഡാമിലെ പുഴ. അടിപൊളി കാണാനായിട്ട്. ഒരുപാടുണ്ട് കാണാൻ. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ആഴുണ്ട്. റോഷനൊക്കെ നോക്കി കൊള്ളാം. ഡാമിലെ വെള്ളമല്ലേ. പുഴ ഒന്നും കൊണ്ടുപോയില്ല മമ്മി. ഒന്നും ഇവിടെ മൊത്തവും കുരങ്ങന്മാരായതുകൊണ്ട് നമ്മൾ ബാഗും സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ എല്ലാം കൂടെ പറക്കിയെടുത്ത് പോകും. അത്രയ്ക്ക് ഒരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു മരത്തിൻ്റെ മുകളിലോട്ടൊക്കെ. പക്ഷേ അങ്ങനെ ഞങ്ങൾ പുഴയിലോട്ട് ഇറങ്ങാൻ വേണ്ടി വന്ന് നിന്നപ്പോഴത്തേന് ഭയങ്കര സ്ലിപ്പറി ആയിട്ട് കിടക്കുന്ന സർഫസ്. അത് മൊത്തം പാറകളെല്ലാം നല്ല രീതിയിൽ വഴുക്കലുണ്ടായിരുന്നു. പായൽ കൊണ്ടിട്ട് എടുത്ത് എല്ലാം 2 മണിക്കൂർ കഴിയണം. ഉള്ള കാര്യം നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നനകൊണ്ടിരുത്തേണ്ടി വരും. ഓ മറ്റേ ബസ് അവിടെ എത്തുമ്പോഴത്തേക്ക് 8-8:30 മണിയാവും. ഞങ്ങളൊക്കെ വെള്ളത്തിൽ നനയുമ്പോൾ ഇടാനായിട്ടൊരു ഡ്രസ്സ് പോലും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ചേഞ്ച് ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വലുതായിട്ട് കുളിക്കാനൊന്നും പറ്റിയില്ല. തെന്നിയൊക്കെ വീണിട്ടുണ്ട് 2-3 പേരൊക്കെ. അങ്ങനെ കുളിച്ചിട്ടുണ്ട് ഇവിടെ. തമിഴ്നാട് ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് ബസ് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ ഡ്രസ്സ് പോലും ഒന്ന് ഞങ്ങളുടെ ട്രാവലറിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ കയ്യിൽ കിട്ടിയ കുറേ സാധനങ്ങളും പറക്കി പെട്ടെന്ന് ട്രാൻസ്പോർട്ടിലോട്ട് കയറി ഞങ്ങൾ ഇവിടെ എത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പുഴയിലൊക്കെ കുളിച്ച് വിളിച്ചില്ല. ഐസ്ക്രീമൊക്കെ വന്നിട്ടുണ്ട്. പണ്ടത്തെ ഓർമ്മ ഇതൊക്കെ ഐസ്ക്രീമൊക്കെ. ഈ പില്ലൂരിലെ ഈ സ്കൂളാണ് റോയങ്കയൊക്കെ പഠിച്ച സ്കൂള്. ഇതാണ് ഞങ്ങൾ റോയങ്കയും മമ്മിയും പഠിച്ച സ്കൂള് പില്ലൂരിൽ. ഉണ്ടോ ഇവിടെ പള്ളിയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ ഇതിപ്പം കിട്ടിയ ബസ് സ്റ്റാൻഡൊക്കെയാണ്. ഇവിടെയാണ് നമ്മൾ വന്ന ബസ് വന്ന് നിൽക്കുന്നത്. മമ്മി അവരുടെ പ്രാർത്ഥിച്ച പള്ളിയിൽ നിന്നൊക്കെ ഇപ്പോഴും പോയിട്ടൊക്കെ വരുക. അവരുടെ ആദിവാസികളുടെ ഉത്സവം എന്തൊക്കെ വരുമ്പോഴത്തേനും ആ കാട്ടിലോട്ട് കയറി അങ്ങോട്ടാണ് പോകുന്നതെന്ന് അവരുടെ ഉത്സവം കാണാനായിട്ട്.
ഇപ്പം അവിടെ റോഡായി. പണ്ടാണെങ്കിൽ മണ്ണിൽ കൂടെ ഈ കുന്നിൽ കൂടെ കയറിയിട്ടാ പോകുന്നതെന്നാ പറയുന്നത്. നമുക്ക് ഇവിടെ നിന്നാ മതിയാവും. ഇപ്പൊ തന്നെ ബസ് വരും അന്നേരം. 4 മണിയായിട്ടുണ്ട് ഇപ്പം. ബസ് 5:45 പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചായയൊക്കെ കുടിക്കാൻ എല്ലാവരും പോയിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ച് ഇനി വരുന്നിട്ട് ബസ്സും കത്തെന്തായാലും പോവാ എല്ലാം. അങ്ങനെ എല്ലാ കാഴ്ചകളും ഞങ്ങൾ കണ്ട്. അങ്ങനെ ഞങ്ങൾ പില്ലൂർ ഡാമിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം ഞങ്ങൾ കണ്ട്. മമ്മി വളർന്ന സ്ഥലവും കണ്ട്. മമ്മി, ഞങ്ങളുടെ അങ്കിൾമാർ എല്ലാവരും വളരെ വളരെ സന്തോഷമായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഫെയറി ടെയിൽ പോലെ ഒരു സ്വപ്നമായിരുന്നത് ഇപ്പം സഫലമായത്. ഞങ്ങൾക്ക് എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റി. അതാണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള മല ഏതാണ്ട് അതിൻ്റെ ബസ് സ്റ്റാൻഡായത്. ഇതൊക്കെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് ശേഖരിക്കാം. സത്യം പറയല്ലേ, ഇവിടെ നിന്ന് പോകാൻ പോലും തോന്നില്ല. ഇതാണ് ഞങ്ങളുടെ മമ്മിയൊക്കെ താമസിച്ച ക്വാർട്ടേഴ്സ്. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ച് വീട്ടിലോട്ട് പോവാ. തിരിച്ച് കോയമ്പത്തൂരിലോട്ട് പോവാ. ഒരു പാമ്പിന്റെ കഥ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ സൈസ് പല്ലൊക്കെ എടുത്ത് പൊക്കി അതിന്റെ മുകളിൽ ഇട്ടിട്ടും ഇങ്ങനെ ഈ സൈസൊക്കെ വലിയ കല്ല് ഞങ്ങൾ പൊക്കി. അത് തീരെ ഓടത്തില്ലല്ലോ. ഇപ്പൊ ചൂട് കൂടി നാട്ടിൽ മുഴുവനും പാമ്പായോണ്ട് ഇവിടെ വന്നപ്പോഴും പാമ്പ് തന്നെയായിരുന്നു വിഷയം. എവിടെ നോക്കിയാ കൊരങ്ങനെ ഇറങ്ങി വരുന്ന നോക്കി ആഹാരം കഴിക്കാനായിട്ട്. സിഗ്നൽ കൊടുക്കുന്നുണ്ട് ഇവിടെ കൊരങ്ങ്. ശരിക്കും കൊരങ്ങാ വരുന്നത്. പക്ഷേ കോമഡി തന്നെയാ. പില്ലൂർ ഡാമിൽ വന്നിട്ട് മഴ കൊള്ളുന്നു. മഴ ഇവിടെ നല്ല മഴ. ഇപ്പം ബസ് കാത്തിരുന്ന് മഴയായി. ഓ, പില്ലൂർ ഡാമിലോട്ട് വന്നപ്പോഴത്തേനും നല്ല മഴ കേട്ടോ. നല്ല എന്നാലും അന്തരീക്ഷം കൊള്ളാം. ഒരാളിവിടെ പഴയ ബാല്യകാല ഓർമ്മയിൽ ആസ്വദിക്കുക മഴ. ഇനിയൊക്കെ ഇതൊക്കെ അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് തന്നെ. അവർക്കത് മാത്രമല്ല, ആർക്കും ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഇങ്ങനത്തെ ഒരു. ഇടിയും വെട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങളത് ബസ്സും കാത്ത് നിൽക്കുവാണ് തിരിച്ച് പോകാനായിട്ട്. ഇവിടെ തന്നെ ബസ് വരും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കോയമ്പത്തൂരിലേക്ക് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് തിരിച്ച്. സൈനിങ് ഔട്ട്.